നേതൃമാറ്റമില്ലാതെ തെറ്റുതിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് CPIM-ന്റെ തീരുമാനമെന്ന് പൂർണ്ണമായി വ്യക്തമായി കഴിഞ്ഞു. വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് തയ്യാറെടുക്കുന്ന CPIM സംഘടനാപരമായ നവോത്ഥാനത്തിന് വിശാല പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു. നേതൃമാറ്റമില്ലാതെ തന്നെ നടക്കാനിരിക്കുന്ന മുഖമിനുക്കൽ നടപടിയിൽ പാർട്ടിയുടെ പദ്ധതി എന്താകും? പരിശോധിക്കാം ന്യൂസ് ആംഗിളിൽ. അർജുൻ ആണ് ന്യൂസ് ആംഗിളിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഈ കാര്യത്തിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി കാര്യങ്ങൾ ഏതാണ്ട് വിശദീകരിച്ചിട്ടുമുണ്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന്. ഒരു നേതൃമാറ്റമല്ല ഉദ്ദേശിക്കുന്നത്, തിരുത്തൽ നടപടികളാണ്. തിരുത്തൽ നടപടികളിൽ വ്യക്തികളുടെ മാറ്റം ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ തിരുത്തൽ? ഇനി നടക്കാനിരിക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷവും അല്ലെങ്കിൽ ആ യോഗത്തിലുമൊക്കെ ഈ ചർച്ചകളുടെ ഗതി എന്തായിരിക്കും? അർജുൻ്റെ കോൾ കട്ടായിട്ടുണ്ട്. അർജുൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരും. എന്തായാലും ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമാണത്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഒരു കാരണമാക്കിക്കൊണ്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാർ എവിടെയെങ്കിലും രാജിവെച്ചൊഴിയുന്ന സാഹചര്യമോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല. അർജുൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. അർജുന് എന്തായാലും നേതൃമാറ്റം ഉണ്ടാവില്ല, അല്ലാത്ത തിരുത്തൽ നടപടികളാണ് ഉണ്ടാവുക എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർഷൻ, ഗുഡ് മോർണിംഗ്. CPIM-ന്റെ കനത്ത പരാജയം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള താഴെത്തട്ട് തൊട്ടുള്ള പരിശോധനയും ചർച്ചയും, അതിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികാരം തന്നെ നേതൃത്വം മാറണം എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളതായിരുന്നു. അതിന് ഒരു പൊതു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. അത് കമ്മിറ്റികൾക്കകത്ത് പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നു, സംസ്ഥാന കമ്മിറ്റി നടന്നു. ആ യോഗത്തിലൊന്നും ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള വിമർശനങ്ങളെ ആ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതല്ല നമ്മൾ കണ്ടത്. മറിച്ച് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ, കൂട്ടായിട്ടുണ്ടായിട്ടുള്ള തെറ്റ്, അത് തിരുത്താനുള്ള ശ്രമങ്ങൾ എന്നീ നിലയ്ക്കാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തും കമ്മിറ്റിക്കകത്തുമൊക്കെ ചർച്ചകൾ പുരോഗമിച്ചത്. അതിന് ഏറ്റവും ഒടുവിലാണിപ്പോൾ സെപ്റ്റംബറിൽ ഒരു വിശാല നേതൃയോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് എന്തായിരിക്കും ചർച്ച, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും CPIM ഉദ്ദേശിക്കുന്ന തിരുത്ത് എന്നുള്ളത് ഇന്നലെ തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞു. അത് ഏതെങ്കിലും ആളെ ആ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു തിരുത്തായിരിക്കില്ല. പകരം സംഘടനാപരമായി പ്രത്യയശാസ്ത്രപരമായൊക്കെ ആളുകൾ മാറുന്നു. അതായത് മാറ്റം നേതാക്കൾ തൊട്ട് പാർട്ടി വരെ ഉണ്ടാകുന്ന മാറ്റമായിട്ടാണ് അത് കാണുന്നത്. അതായത് തിരുത്തേണ്ട കാര്യങ്ങൾ, പെരുമാറ്റം, ശൈലി, ഇതൊക്കെ ആളുകൾ മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. പാർട്ടി പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ഒക്കെ എടുക്കേണ്ട നിലപാടുകൾ, അത് കൂടുതൽ കണിശതയോടെ പറയാനുള്ള തിരുത്തലുകൾ ഉണ്ടാകും എന്നീ നിലയ്ക്കാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അതിനെ വിശദീകരിച്ചത്. അതല്ലാതെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊരു മാറ്റം അല്ലെങ്കിൽ കസേര മാറി വേറെ ഒരാൾ വരുന്ന നിലയിലേക്ക് ആ മാറ്റത്തെ കാണേണ്ടതില്ല എന്നുള്ളതാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. പാർട്ടി അംഗങ്ങളും നേതാക്കളും ഒക്കെ പല രീതിയിൽ പോരായ്മകൾ ഉണ്ട്. അത് മാറ്റാനുള്ള ശ്രമങ്ങൾ, അതായിരിക്കും ഈ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. അത് അർത്ഥമാക്കുന്നത് ഈ ചർച്ചകൾ അല്ലെങ്കിൽ നേതൃമാറ്റം എന്ന മുറവിളി അത് തുടക്കത്തിലെ നുള്ളിക്കളയുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചയിലേക്കല്ല പോകേണ്ടത് എന്നുള്ളൊരു മുന്നറിയിപ്പ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയത്ത് എടുത്തു പറയേണ്ടത്, ഈ യോഗത്തിനകത്ത് ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിൻ്റെ സ്വഭാവം കൂടി പരിഗണിക്കണം എന്നുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. അത് ആ തരത്തിലേക്ക് മാറുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, ചില അംഗങ്ങളുടെ ചുമതലകൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ വഹിക്കുന്ന ചുമതലകൾ, ഇക്കാര്യത്തിലൊക്കെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് സംസ്ഥാന വിശാലമായിട്ടുള്ള കമ്മിറ്റി എങ്ങനെയാണോ അത് ചർച്ച ചെയ്യുന്നത്, അതിനുശേഷം അത്തരത്തിലുള്ള തിരുത്തലുകളിലേക്ക് കടക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് CPIM മാറുന്നുമുണ്ട്. ഹർഷൻ. അർജുനാണ് വിവരങ്ങൾ നൽകിയത്. തീരുമാനങ്ങളിൽ നേതൃത്വത്തിന് മാറ്റമുണ്ടാവില്ല, പക്ഷേ
ചുമതലകളിൽ മാറ്റമുണ്ടാകും എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ CPIM-ൽ പുരോഗമിക്കുന്നത്.